നമസ്കാരം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വേദനയുടെ വക്കിലാണ്. തൊഴിലിടത്തെ പീഡനം എന്നതിനപ്പുറം അമിതമായ ജോലിഭാരം. അതുകൊണ്ട് അന്തരിച്ച അന്ന സെബാസ്റ്റ്യൻ പേരയിൽ എന്ന് പറയുന്ന ഒരു യുവതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണമല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ. ആ പെൺകുട്ടിയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ആ പെൺകുട്ടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ഏണസ്റ്റ് യങ് ഇന്ത്യ എന്ന് പറയുന്നൊരു കമ്പനിയിൽ അവർ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ജോലിയിൽ അവർ ഉറങ്ങിയിരുന്ന് വെറും 4 മണിക്കൂറിൽ താഴെ മാത്രമാണ് എന്ന് അവരുടെ അമ്മ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. കാര്യം അമിതമായ ജോലിഭാരം, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ജോലി എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ ടെൻഷൻ പിടിപ്പിക്കുന്ന ജോലിയാണ്. ഒരുപാട് മാനസിക സമ്മർദ്ദം, നമുക്ക് എല്ലാ ജോലിയിലും മാനസിക സമ്മർദ്ദമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ഈ കണക്കുകൾ അതുപോലുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട ജോലികളാകുമ്പോൾ കൂടുതൽ നമുക്ക് ഈ മാനസിക സമ്മർദ്ദം ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ വളരെയധികം വിഷമിച്ചു. ഒരുപക്ഷെ നമ്മൾ ഓരോ ജോലിക്ക് കയറുമ്പോഴും ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ നടത്തി ഓരോ കുട്ടികളും ജോലിക്ക് കയറുമ്പോൾ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നല്ലൊരു ജോലി, നല്ലൊരു റവന്യൂ, അതോടൊപ്പം ജീവിതം ശോഭനമാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ജോലിയിലൂടെ കണ്ടെത്താൻ കഴിയും എന്നൊക്കെയാണ് എല്ലാ ചെറുപ്പക്കാരും ഇന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെ മികച്ച ഒരു തൊഴിലവസരം ലഭിക്കുന്ന ഒരു പഠനം കൂടിയാകുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പൊസിഷനും അതോടൊപ്പം അതിനനുസരിച്ചുള്ള ജോലിയും ഒക്കെ ലഭിക്കും, വരുമാനമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആ കുട്ടി കൂടുതൽ ചിന്തിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്, ഓരോ കമ്പനികളും ഏത് പ്രൈവറ്റ് കമ്പനിയും ചെയ്യുന്ന പോലെ തന്നെ ഇവരും ഈ പറയുന്ന ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട്, തൊഴിലാളികളെ നിരന്തരം വേട്ടയാടുകയും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ കീശ വീർപ്പിക്കാൻ മാനേജ്മെന്റുകൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നു. ഒടുവിൽ തീർത്തും നിരായുധയായി മാറിയ, നിസ്സഹായമായി മാറിയ ആ കുട്ടി ഒടുവിൽ മരണത്തിൽ അഭയം കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ മരണം കഴിഞ്ഞ് ഏകദേശം എത്രയോ നാളിന് ശേഷമാണ്, ജൂലൈ മാസത്തിൽ മരണം സംഭവിക്കുന്നു. അതിനുശേഷം എത്രയോ നാളിന് ശേഷമാണ് അവരുടെ അമ്മ അവരുടെ ഏണസ്റ്റ് യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ തലവനൊരു കത്ത് അയക്കുന്നത്. ഇങ്ങനെ എൻ്റെ മകൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു, പക്ഷേ ആ കത്ത് കണ്ടതായി പോലും അവർ ഭാവിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങനെയൊരു സംഭവം ആ കുട്ടിയുടെ ചടങ്ങുകൾക്ക് പോലും, ഈ ശവസംസ്കാര ചടങ്ങുകൾക്ക് പോലും അവിടെ നിന്ന് ഒരാൾ പോലും പങ്കെടുത്തില്ല എന്ന് ആ അമ്മ വേദനയോടുകൂടി പറയുമ്പോഴാണ് ജോലിഭാരത്തിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള ഒരു വശം നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന നിർമ്മല സീതാരാമൻ ചെന്നൈയിലൊരു പബ്ലിക് ഫംഗ്ഷനിടെ ഈ കുട്ടീനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു സംസാരമുണ്ടായി. അതായത് മനുഷ്യൻ എപ്പോഴും ആർജിച്ചിരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പല മാനസിക സമ്മർദ്ദങ്ങളെയും എങ്ങനെ അതിജീവിക്കണം, അത് നമ്മൾ പഠിപ്പിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, അല്ലെ പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ കുട്ടി അതിൽ പരാജയപ്പെട്ടു, അതിനു വേണ്ട ദൈവിക വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഇതിന് രാജ്യത്തുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രതിഷേധം ലഭിക്കുകയും ചെയ്തു. കാര്യം അതിൻ്റെ ഏറ്റവും പ്രിയങ്ക ചതുർവേദി എന്ന് പറയുന്ന ശിവസേനയുടെ നേതാവ് ഇതിനെ നിശിതമായി വിമർശിക്കാനുണ്ടായത്. അതായത് ഒരു പെൺകുട്ടി ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് അതികഠിനമായ ഒരു പഠനമാണെന്നും ആ പഠനത്തിനിടയിൽ പോലും കടുത്ത മാനസിക സമ്മർദ്ദം അതിജീവിച്ചുകൊണ്ട് ഒരു മനോശക്തി ഏതൊരു പെൺകുട്ടിയും നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കുട്ടിയും നേടിയെടുക്കുന്നു എന്നുമാണ് പ്രിയങ്ക ചതുർവേദി പറയുന്നത്. അതോടൊപ്പം ഇങ്ങനെ സംഭവിക്കുന്ന ആ കുട്ടിക്ക് പിന്നെ ആ കുട്ടികളോട് അല്ലെങ്കിൽ ഇങ്ങനെ മരണപ്പെടുന്ന കുട്ടികളോട് ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കണം, ഒരു മാനുഷിക പരിഗണനയെങ്കിലും ഉണ്ടായിട്ട് വേണം ഈ രീതിയിലുള്ള പ്രസ്താവന നടത്തേണ്ടത് എന്ന തരത്തിൽ നിർമ്മല സീതാരാമനെ കണക്കറ്റ് വിമർശിച്ചുകൊണ്ട് ചതുർവേദി എഴുതുകയുണ്ടായി. അതായത് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന നമ്മുടെ ധനമന്ത്രി പലപ്പോഴും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു നേതാവായിട്ടാണോ അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ടാണോ നമ്മൾ കാണേണ്ടത് എന്നൊരു ചോദ്യം ഇവിടെ ശക്തമായി തന്നെ ഉയർന്നു നിൽക്കുന്നു. ഒരു പെൺകുട്ടി മരിച്ചു, അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ആ പെൺകുട്ടിയെ ഇത്രത്തോളം മാനസികമായി സമ്മർദ്ദത്തിലേക്ക് അകപ്പെടുത്തിയ ഈ പറയുന്ന ഈ ഏണസ്റ്റ് യങ് ഇന്ത്യ പോലെയുള്ള ഒരു കമ്പനിക്കെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും എന്ന് ഉച്ചത്തിൽ പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ നിർമ്മല സീതാരാമനെ തിരുത്തി, ഞാൻ ഇരയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എത്ര പെട്ടെന്നാണെന്ന് ആലോചിച്ച് നോക്കി, അന്ന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു ഇരയായി മാറുന്നത് അല്ലെ, വളരെ ഒരു വിഷമകരമായ കാര്യമാണ്. അവിടെ ഞാൻ സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല എന്ന് തുടങ്ങിയ സ്വന്തമായി ന്യായീകരിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ രംഗത്തേക്ക് വരികയാണ്. ഇവിടെ നേരത്തെ ചതുർവേദി പറഞ്ഞ പോലെ തന്നെ ഒരു മാനുഷിക പരിഗണന എപ്പോഴും അവരോടുണ്ടായിരിക്കേണ്ടതാണ്. നമുക്കറിയാം, നിരവധി കുട്ടികൾ ഈ പറയുന്ന പോലെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ മികച്ച ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ലഭിക്കുന്ന ജോലികളിലെല്ലാം തൊഴിലിടങ്ങളിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, ഇവരെ ഏത് രീതിയിലുള്ള പീഡനങ്ങളാണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനു വേണ്ടി കൃത്യമായ ഒരു റെഗുലേറ്ററി കമ്മീഷനോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ്ങോ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഇതിന് പകരം
നിർമ്മലാ സീതാരാമൻ എന്താണ് പറഞ്ഞത്? അവിടെ കുടുംബത്തിൽ നിന്ന് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഠിക്കണം, അതിനുവേണ്ട ഒരു മാനസിക കരുത്ത് കുടുംബങ്ങളിൽ നിന്നുണ്ടാകണം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് സാധിക്കുക? കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ടാണ് ആ കുട്ടി ഇത്രത്തോളം പഠിച്ചത്, ഇത്രത്തോളം പഠിച്ച് ഇത്രയും നാൾ ആ ജോലിക്ക് പ്രവേശിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനെയൊക്കെ അപ്പുറത്തേക്ക് ആ കുട്ടിക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ ആ കുട്ടിയെ തകർത്ത് കളഞ്ഞത് അവിടുത്തെ ജോലി സ്ഥലത്തെ ഉന്നതന്മാരുടെ പീഡനം തന്നെയാണ്. ആ കുട്ടിയെ കൊണ്ട് അമിതമായി ജോലി എടുപ്പിക്കുക. അവിടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം പോലും ഇല്ല. അപ്പോൾ ഇത്ര മണി മുതൽ എത്രയോ മണി, ഒരു 8-8.5 മണിക്കൂർ വരെ ഒരു കമ്പനിയുടെ തൊഴിലിടത്ത് ജോലി എടുക്കാം എന്നുള്ള വ്യവസ്ഥ ഇരിക്കെ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കുകയാണ് അവിടെയുള്ള ഓരോ ഈ തലവന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അത് സഹിക്കാൻ കഴിയാതെ അത്രത്തോളം ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ജോലി കൊണ്ട് കാര്യം? നന്നായി ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉറക്കം പോലും ഇല്ലാതെ ആ കുട്ടിയെ അമിതമായി ജോലി എടുപ്പിച്ച് സത്യത്തിൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കാര്യം ഏണസ്റ്റ് യങ് ഇന്ത്യയെ പോലെ ഒരു കമ്പനി ഈ രീതിയിൽ കുട്ടികളെ അല്ലെങ്കിൽ അവിടെ എത്തുന്ന ഉദ്യോഗാർത്ഥികളെ പീഡിപ്പിച്ച് അവരുടെ സമയത്തെ മുഴുവൻ അപഹരിച്ച് അവരെ മാനസികമായി തളർത്തി അവരെ ഒടുവിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുന്ന ഇവർക്കെതിരെ ക്രിമിനൽ കേസ് തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊന്നും പരാമർശിക്കാതെ ആ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങൾ, ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാവണം, ഇതൊക്കെയാണോ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെ ഉത്തരവാദിത്വമുള്ള ഒരു മന്ത്രി പറയേണ്ടത്? തീർച്ചയായും അതിന് ഇനി എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞിരുന്നാലും, നിർമ്മലാ സീതാരാമൻ ഇനിയും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിരുന്നാലും അതിനൊക്കെ എത്ര കണ്ട് ന്യായീകരണം നിരത്തിയാലും നിങ്ങൾ പറഞ്ഞതൊന്നും ശരിയായി മാറില്ല. നിങ്ങൾ പറഞ്ഞ തെറ്റ് തന്നെയാണ്. ഒരിക്കൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഏതൊരു അവസരത്തിലാണെങ്കിലും, ഇപ്പോൾ പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ വന്നതാണ്, ആ രീതിയിൽ പരാമർശിച്ചതാണ് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട്. ഏത് സ്ഥലത്ത് നിന്ന് സംസാരിച്ചിരുന്നാലും ശരി, അർഹിക്കുന്ന പരിഗണന, ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണന ആ കുട്ടിക്ക് അന്ന സെബാസ്റ്റ്യന് നൽകേണ്ടതായിരുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.